ഇന്നൊരു വെജ് കേരള സ്പെഷ്യൽ റെസിപ്പി കാണാം. സ്പെഷ്യൽ വഴുതനങ്ങ കുറുമ. ഇത് എൻ്റെ ഒരു വേർഷൻ കുറുമയാണ് കേട്ടോ. ഇതിൽ കാഷ്യൂ നട്ട്സോ കശകശയോ ഒന്നും ചേർക്കാതെ കേരള സ്റ്റൈലിൽ തന്നെ ഇത് റിച്ച് ആക്കി എടുത്തിട്ടുണ്ട്. ഗസ്റ്റുകൾക്കൊക്കെ വിളമ്പാൻ പറ്റുന്ന പാകത്തിന്. ഇത് നമ്മുടെ ഏത് ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയും പോവും, ചോറിന്റെ കൂടെയും പോവും, പിന്നെ ചപ്പാത്തി പോലെയുള്ള ഫ്ലാറ്റ് ബ്രെഡ്സിന്റെ കൂടെയും പോവും. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് വയലറ്റ് വഴുതനങ്ങയാണ്. 200 ഗ്രാം എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു വലിയ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏകദേശം ഒരു 5-6 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ളത് ഉണ്ടാവും. ഈ ഒരു പാകത്തിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടേക്കാം. അതിൻ്റെ കറയൊന്ന് പോകാൻ വേണ്ടിയിട്ടും കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും. മീഡിയം വലുപ്പത്തിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചെറുതായി ഒരു മീഡിയം സൈസിൽ തന്നെ അത് മുറിച്ചെടുത്തിട്ടുണ്ട്. മീഡിയം ടു ലാർജ് സൈസിലുള്ള 2 വല്യുള്ളി എടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് വല്യുള്ളിയാണ്. അരിഞ്ഞു വെച്ച വല്യുള്ളി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് സോഫ്റ്റായി ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങുന്ന പാകത്തിൽ എത്തിക്കിട്ടണം നമുക്ക്. ഇതുപോലെ ആയി കിട്ടണം. ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ചെറുതായിട്ട് മൊരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു പകുതി ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇതിൽ നിന്നൊരു പകുതി മാറ്റിയെടുക്കുകയാണ്. ബാക്കിയുള്ള ഉള്ളിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുകയാണ് കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. തക്കാളി വെന്ത് കിട്ടണം നമുക്ക്, പക്ഷെ അത് ഉടഞ്ഞ് കലങ്ങി ആ രൂപത്തിലല്ല കേട്ടോ. ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മതി. തോല് അതിൻ്റെ ഫ്ലഷിന്ന് വിട്ട് വരുന്നൊരു പാകം ഉണ്ടല്ലോ, അങ്ങനെയായി കിട്ടിയാൽ മതി. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റൽ തുടർന്നുകൊണ്ടിരിക്കാം ഈ ഒരു പാകം എത്തുന്നത് വരെ. വെന്തിട്ടുണ്ട്, പക്ഷെ അങ്ങ് ഉടഞ്ഞ് കലങ്ങിയിട്ടില്ല. ഇനി നമ്മൾ മുറിച്ചു വെച്ച വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം 1 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ഒരു കുറുമയ്ക്ക് ഏത് വഴുതനങ്ങ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് തുറന്നിട്ടുണ്ട്. വഴുതനങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതാണ് 1/2 ടീസ്പൂൺ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനായിട്ട് നമ്മൾ ചേർക്കുന്നത് 1 പച്ചമുളകാണ്, മറ്റത് അരപ്പിലാണ് നമ്മൾ ചേർക്കുന്നത്. ഇത്രയും ചേരുവകൾ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂക്ഷിക്കണം, നമ്മുടെ വഴുതനങ്ങ ഉടയാതെ നോക്കണേ. ഇനി ഇതിലേക്ക് ഒരു 1.25 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. പച്ചക്കറിയൊക്കെ മുങ്ങി നിൽക്കാൻ പാകത്തിന് അത്രയും വേണ്ടി വരും. വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരകി വെച്ച തേങ്ങ 1 കപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പെരുംജീരകം 1 ടീസ്പൂൺ, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, ഇത് രണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചുമന്ന മുളക് ഒട്ടുമേ ചേർക്കുന്നില്ല. കുരുമുളകും പച്ചമുളകും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തേങ്ങ അങ്ങ് ബ്രൗൺ ആവുമോ മുരിഞ്ഞു കിട്ടുമൊന്നും വേണ്ട. ചെറുതായിട്ട് അതിൻ്റെ പച്ചപ്പൊന്ന് വിട്ട് കിട്ടിയാലും മാത്രം മതി. തേങ്ങയുടെ പച്ചപ്പ് മാറുക എന്ന് പറയുമ്പം അതിൽ വറുത്തോണ്ടിരിക്കുമ്പം നമുക്ക് ചെറുതായിട്ട് വെളിച്ചെണ്ണയുടെ മണം കിട്ടും. ആ ഒരു പാകത്തിന് മതി കേട്ടോ. അപ്പോഴത്തേക്കും ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ പാകമായിക്കോളും. തേങ്ങ അടുപ്പത്തുനിന്ന് മാറ്റി നേരത്തെ നമ്മൾ ഉള്ളി മാറ്റി വെച്ചില്ലേ വഴറ്റിയിട്ട്, അതിൻ്റെ കൂടെ തന്നെ ചേർക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട്. ഒരേ ഒരു അല്ലി വെളുത്തുള്ളി, അത്ര മാത്രം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം.
ഇതാ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കണം. കറി നമ്മൾ തിളച്ച് കൊണ്ടിരുന്നതാണ്. അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. വെജിറ്റബിൾസ് വെന്തിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. വഴുതനങ്ങ ഉടഞ്ഞു പോകാതെ തേങ്ങ നന്നായിട്ട് കറിയിലേക്ക് യോജിപ്പിച്ചെടുക്കാം. ഇനി കറിക്ക് നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണമോ അതിനനുസരിച്ചുള്ള ചൂടുവെള്ളം ഒഴിച്ച് കറി ലൂസാക്കിയെടുക്കാം. കറി തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയിലയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. തീർന്നില്ല, ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. നല്ല പച്ച വെളിച്ചെണ്ണ 2 ടീസ്പൂൺ ചേർത്ത് നമുക്ക് കറി ഫിനിഷ് ചെയ്യാം. ഒരു പ്രത്യേക കൊതിപ്പിക്കുന്ന മണമാണ് കേട്ടോ ഈ ഒരു കറിക്ക്. മാത്രമല്ല ഇത് എന്തിൻ്റെ കൂടെയും പോവും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ, ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെയോ, ഡിന്നറിന് ചപ്പാത്തിയുടെ കൂടെയോ, എല്ലാത്തിൻ്റെ കൂടെയും പോവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് തരണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.